ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്, നവംബർ 1 പിന്നെ നമ്മുടെ കേരള പിറവിയാണ്. എല്ലാ കേരളീയർക്കും ആശംസകൾ. അങ്ങനെ ലിയോ കുട്ടൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇന്ന് എനിക്ക് ഇത്തിരി പണി കൂടുതലുണ്ട്. ലിയോ കുട്ടനെ ഒന്ന് കുളിപ്പിക്കണം, ലിയോ കുട്ടൻ്റെ ഫില്ലയൊക്കെ മാറണം, അങ്ങനെ ആ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളോട് ഇത്തിരി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ലിയോ കുട്ടൻ ഒരു ചാട്ടത്തിലൊക്കെയാണ്. ലിയോ ലിയോ നീ ഹാപ്പിയാണോ? നീ ഹാപ്പിയാണോ? ഇപ്പം കുളിക്കാൻ വിളിക്കുമ്പോഴാണ് ഭയങ്കര മടിയ. ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ്. ഇത് കണ്ടോ, ഞങ്ങളിവിടെ ഇച്ചിരി പയറെടുത്ത് ഇട്ട് കിളിപ്പിച്ചതാണ്. ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇതിന്, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാനിനി വീഡിയോ എടുത്ത് ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന്. ആകെ 2 ടിഷ്യൂ പേപ്പർ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് നമ്മുടെ പച്ചക്കടല പയറില്ലേ, അതുമാണ്. പിന്നെ ഇത്തിരി വെള്ളം കുടഞ്ഞ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ഇലക്കറികളുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ പക്ഷേ എനിക്ക് തോരന് തികയില്ല. ഇത് ഞാനിനി അരിഞ്ഞിട്ടിട്ട് മുട്ട പൊരിക്കും. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കേരളപ്പിറവിയല്ലേ, ഇച്ചിരി പച്ചപ്പൊക്കെ നമുക്ക് കാണാമല്ലോ, നമ്മുടെ വീട്ടിലുള്ള പച്ചപ്പ്. വേണ്ടേ, ഇത്തിരി അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ് ഇവിടെ. ക്ലീൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് ഇത്തിരി വൃത്തിക്കുറവൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ വീട്ടിൽ വൃത്തിയില്ല എന്നൊന്നും. ലിയോ ഉള്ളതുകൊണ്ടും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും ഞങ്ങൾ നല്ല ക്ലീനൊക്കെ ചെയ്താണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ സ്ഥലമുണ്ടല്ലോ, ഇവിടെ ഫ്ലാറ്റല്ലേ, അതിനകത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് ലിയെ നോക്കുന്നതെല്ലാം. ഇന്നിപ്പോൾ ലിയെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യേണ്ടതാണ്. സോഫ, ഈ ലിയോയുടെ ഫില്ലോടെ കവറുകളൊക്കെ മാറുന്നത് ലിയെ കുളിപ്പിച്ച് കഴിയുമ്പോഴാണ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് മക്കൾ എഴുന്നേറ്റ് വന്നില്ല. അവർക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട. ഇവിടെ വെള്ളി ശനിയാണ് അവധി. അപ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ്. ചേച്ചി പള്ളിയിൽ പോയിരിക്കുകയാണ്, എത്തിയില്ല. അപ്പോഴും ഞാനും ശനിയാഴ്ച താമസിച്ചാണ് ഇത്തിരി എഴുന്നേൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തിട്ടാണ് ഇനി ഫുഡ് ഉണ്ടാക്കാനൊക്കെ കയറണം. ഇത്തിരി പണികളൊക്കെ കൂടുതലുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ എനിക്ക് പണിയൊന്നും ഇല്ലാതിരിക്കുവാണെന്ന്. എനിക്ക് നല്ല പണികളുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓ ഗൾഫിലല്ലേ, അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം ഫുഡ് ഉണ്ടാക്കുന്ന അതും ഇതുമൊക്കെ നല്ല ഇതായിരിക്കും, അത്ര പണിയൊന്നും ഇല്ലായിരിക്കുമെന്ന്. അതൊക്കെ തോന്നലാണ്. നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. മിക്സിയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും ഭയങ്കരമായിട്ട് വികസിച്ചിരിക്കുന്നത് നമ്മുടെ നാടാണ്. നാട്ടിൽ ഓരോ ഉപകരണങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഇതിനകത്തൂടെ കാണുമ്പോഴാണ് ഇതുണ്ടോ അതുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കല്ലാതെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയുള്ളൂ ഇവിടെ. മിക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിലേക്കാളും ഒരു കുറവൊന്നും ഞാൻ നോക്കിയിട്ട് മിറ്റമടിയില്ല, മിറ്റം തൂക്കാൻ മിറ്റമൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഒരു വ്യത്യാസം. പിന്നെ ഇവിടെ 2 ആളുകളാണ് ഉള്ളത്. ഒരു 4 പേരുണ്ടായിരുന്നു, അവർ പോയി. 2 ചേട്ടന്മാരങ്ങ് പോയി. ഇപ്പോൾ 2 ചേച്ചിമാരേ ഉള്ളൂ ഇവിടെ. ഒരാൾ ഏത് സമയം അകത്തായിരിക്കുന്നത്. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം ഇറങ്ങി വരുന്നത്. ഒരു വെള്ളക്കുട്ടിയുണ്ട്, അവൾ ഏത് സമയം അതിനകത്ത് കയറിയിരിക്കുക. എന്താണെന്നറിയില്ല. ഇടയ്ക്ക് ഇറങ്ങി വരുന്നതാണോ ഫുഡ് കഴിക്കാൻ എന്നല്ലാതെ അവൾ നമ്മളുമായിട്ട് അത്ര ഇതായില്ല. ഇത് പിന്നെ ജീവനുള്ള ചെടിയല്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക് ചെടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ചേക്കുവാന്നേ ഉള്ളൂ അത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. വേണ്ടേ, ഇവിടെ ഇത്തിരിയൊക്കെ ജീവനുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, ക്ലീൻ ചെയ്യാതെ അങ്ങ് വീഡിയോ പിടിക്കുകയാണ്. ഇന്നിനി ഇതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്.
ഇവിടെ മേളിലും ഞാൻ ഒരു ബോട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ജീവനുള്ള ചെടി തന്നെയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഒരു ജീവനില്ലാത്ത ചെടികളാണ്, പ്ലാസ്റ്റിക് ചെടികൾ. ലിയോ ലിയോ ഇത് പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിന് താഴെ ോട്ടുള്ള ഇതാണ്, വണ്ടികൾ പോകുന്നതും റോഡും ഒക്കെയാണ്. ഇങ്ങോട്ട് മാറിയെന്നേ ലിയോ, ഇങ്ങോട്ട് മാറിയെന്നേ, ഇങ്ങോട്ട് മാറിയെന്നേ. ആ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ അവിടെ ഇരുന്നോ കുഞ്ഞി. അവിടെ ഇവിടെ ഇവിടെ ഇവിടെ. ഏടാ എൻ്റെ അടുത്ത് വന്നിക്കണ്ട, അവിടെ ഇരുന്നോ, മാറിയിരുന്നോ, അവിടെ മാറിയിരുന്നേ. അത് എൻ്റെ അടുത്ത് എന്തിനാ ലിയോ വന്നിരിക്കുന്നത്? അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല ലിയോയെ. ആ മിടുക്കൻ കണ്ടോ. അപ്പം നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വന്നാലോ ലിയോ? ലിയോ ടാറ്റ പറയാം എല്ലാവരോടും. ലിയോ അവൻ ഓരോന്നൊക്കെ നോക്കി പോകുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കണ്ട ലിയോ. എൻ്റെ അടുത്ത് വന്നിരുന്ന എങ്ങനെയാ ലിയോ കാണുന്നേ? ലിയോ കുട്ടാ അവിടെ ഇരി, അവിടെ ഇരി, ഇങ്ങോട്ട് നോക്ക്. അയ്യോ സൗണ്ട് ഉണ്ടാക്കുമോ? അയ്യോ. അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു പറയൂ.